أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. കഴിഞ്ഞ ചില ദർസുകളിലായി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കി ഈ ആയത്തിൻ്റെ വിശദീകരണം നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നും തുടർന്നുള്ള ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മുൻപ് പറയുകയുണ്ടായി, നോമ്പ് മനുഷ്യനെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നുവെന്ന്. നോമ്പിലൂടെ മനുഷ്യൻ ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് ഇപ്രകാരമെല്ലാമാണ്. ഒന്ന്, മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി സ്വയം പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കുന്നു. രണ്ട്, അവൻ പട്ടിണി കിടന്ന വിശപ്പിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ തൻ്റെ ദരിദ്രരായ സഹോദരങ്ങളെക്കുറിച്ച് അവന് ബോധവാനാവുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അവനെ തന്നെയും നാശത്തിൽ നിന്ന് രക്ഷിക്കലാണ്. കാരണം സമൂഹത്തിലെ ചില വ്യക്തികൾ രക്ഷിക്കപ്പെടുമ്പോൾ അത് ആ സമൂഹത്തിന് മുഴുവൻ ഗുണകരമായി ഭവിക്കുന്നു. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ദിനങ്ങളിൽ വളരെ കൂടുതലായി ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. റമദാൻ ദിനങ്ങളിൽ അവിടുന്ന് ആഞ്ഞടിക്കുന്ന കാറ്റുപോലെ വേഗത്തിൽ സദഖ കൊടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ തൻ്റെ കൈവശമുള്ളവ മറ്റുള്ളവർക്ക് ഗുണപരമാക്കുക എന്നത് ഒരു കൗമിൻ്റെ പുരോഗതിയുടെ വലിയൊരു രഹസ്യമാണ്. ഒരു സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ തങ്ങളുടെ സമ്പാദ്യം തങ്ങളുടേത് മാത്രമാണെന്നും മറ്റാർക്കും അതിൽ അവകാശമില്ലെന്നും അത് അനുഭവിക്കാൻ തങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് എല്ലാവിധ തകർച്ചകളും സംഭവിക്കുന്നത്. എൻ്റെ സമ്പാദ്യം മറ്റൊരാൾ ഉപയോഗിക്കണം എന്ന തത്വത്തിലാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതി നിലകൊള്ളുന്നത്. റമദാൻ ഈ ശീലം വളർത്തുന്നു. പണം നമ്മുടേതാണ്, ഭക്ഷണപാനീയങ്ങൾ നമ്മുടേതാണ്. പക്ഷേ കൽപ്പന മറ്റുള്ളവരെ അതിലൂടെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനുമാണ്. കാരണം ഇതിലൂടെയാണ് ലോക സംസ്കാരത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത്. പിന്നീട് നോമ്പിലൂടെ മനുഷ്യൻ നാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് മറ്റൊരു വിധത്തിലുമാണ്. നോമ്പ് മനുഷ്യനിൽ കഠിനാധ്വാനം സഹിക്കാനുള്ള കഴിവ് വളർത്തുന്നു. എല്ലാത്തരം പ്രയാസങ്ങളും സഹിക്കാൻ ശീലിച്ചവർ പ്രതിസന്ധികൾ വരുമ്പോൾ തളരുകയുമില്ല. മറിച്ച് ധൈര്യപൂർവ്വം അവയെ നേരിടുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. ഭൗതിക ഗവൺമെൻറ്റുകളിലും ഒരു റിസർവ് സേന ഉണ്ടാകാറുണ്ട്. അവർ വർഷത്തിൽ 1-2 മാസം പരിശീലനം നേടുന്നു. യുദ്ധം വരുമ്പോൾ അവർക്ക് നേരത്തെ പരിശീലനം ലഭിച്ചതുകൊണ്ട് അവരെ പെട്ടെന്ന് വിളിക്കുന്നു. സാധാരണയായി എല്ലാ മുസ്ലിങ്ങളും 12 മാസവും നോമ്പ് നോൽക്കുകയോ തഹജ്ജുദ് നമസ്കരിക്കുകയോ ചെയ്യാത്തതിനാൽ ഈ മാസത്തിൽ പ്രത്യേകമായി എല്ലാ മുസ്ലിങ്ങളും നോമ്പിൻ്റെ പരിശീലനം നേടണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരം പരിശീലനം നേടുന്ന സൈന്യം ശത്രു സൈന്യത്തിനു മുന്നിൽ പരാജയപ്പെടാത്തതുപോലെ ഏത് ജനതയിലെ ആളുകളാണോ മുത്തഖീകളും പുണ്യവാന്മാരും അള്ളാഹുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവരും ആകുന്നത്, അവരെ തോൽപ്പിക്കാൻ പിശാചിന് ധൈര്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആത്മീയ സൈനികരായിരുന്ന കാലത്തോളം പിശാച് അവർക്ക് നേരെ ആക്രമണം നടത്താതിരുന്നത്. എന്നാൽ അത്തരം ആളുകൾ ചുരുങ്ങിയപ്പോൾ പിശാച് അവരെ ആക്രമിക്കുകയും ഹൃദയങ്ങളിൽ പലവിധ കുതർക്കങ്ങൾ ഇട്ട് അവരെ നശിപ്പിക്കുകയും ചെയ്തു. അതിനാൽ സമൂഹത്തിൽ ത്യാഗസന്നദ്ധത വളർത്താൻ നോമ്പ് കാരണമാകുന്നു. ദീനിൻ്റെ സേവനത്തിനായി വിശ്വാസികൾക്ക് സാധാരണയായി വീട് വിട്ട് ഇറങ്ങേണ്ടി വരാറുണ്ട്. പ്രബോധ പ്രവർത്തനങ്ങളിലും ജിഹാദിലും ഭക്ഷണപാനീയങ്ങളുടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ദരിദ്രർക്ക് ഇത്തരം പ്രയാസങ്ങൾ സഹിക്കാൻ ശീലമുണ്ടാകും. എന്നാൽ ധനികർക്ക് അതിന് സാധിക്കാറില്ല. അതിനാൽ നോമ്പിലൂടെ അവരെയും
വിശപ്പും ദാഹവും സഹിക്കാൻ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഓ മുസ്ലിങ്ങളെ വരുവിൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവിൻ എന്ന വിളി കേൾക്കുമ്പോൾ യാതൊരു ഭാരവും അനുഭവിക്കാതെ എല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് സ്വയം സമർപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. നോമ്പിൻ്റെ വലിയൊരു ഗുണം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ശീലം അതിലൂടെ മനുഷ്യനും ഉണ്ടാക്കുന്നു എന്നതാണ്. മനുഷ്യൻ ലോകത്ത് പലതരം ജോലികൾ ചെയ്യുന്നു. അവൻ അധ്വാനിക്കുന്നു, അലഞ്ഞു തിരിയുന്നു, പലയിടത്തും പോകുന്നു, വെറുതെ വർത്തമാനം പറയുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്കമോ ശരീരമോ ഒരിക്കലും പൂർണ്ണമായും വെറുതെ ഇരിക്കുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിൽ ചിലത് അനാവശ്യമായേക്കാം, ചിലത് ദോഷകരമായേക്കാം, ചിലത് ഉപകാരപ്രദമായേക്കാം, ചിലതാകട്ടെ വളരെ ഉത്തമമായേക്കാം. എന്നാൽ റമളാൻ മനുഷ്യനെ ശീലിപ്പിക്കുന്നത് നന്മയുടെ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ സഹിക്കാനാണ്. മനുഷ്യ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ എന്നാൽ ഭക്ഷണവും പാനീയവും ഉറക്കവും ലൈംഗിക ബന്ധവുമാണ്. ഒരു സൂഫി പറഞ്ഞിട്ടുണ്ട്, സൂഫിസത്തിൻ്റെ ജീവൻ എന്നത് കുറച്ച് സംസാരിക്കുക, കുറച്ച് ഉണ്ണുക, കുറച്ച് ഉറങ്ങുക എന്നതാണ്. റമളാൻ ഈ സൂഫിസത്തിൻ്റെ സത്തയെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. കുറച്ചു ഉറങ്ങുക എന്നത് അതിൽ താനേ വന്നു. കാരണം രാത്രി തഹജ്ജുദിനായി എഴുന്നേൽക്കേണ്ടതുണ്ട്. കുറച്ച് ഉണ്ണുക എന്നത് വ്യക്തമാണ്. കാരണം പകൽ മുഴുവൻ പട്ടിണി കിടക്കേണ്ടതുണ്ട്. ലൈംഗിക ബന്ധങ്ങളിലെ കുറവും പ്രകടമാണ്. പിന്നീട് കുറച്ച് സംസാരിക്കുക എന്നതും റമളാനിൽ വരുന്നു. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നോമ്പ് എന്നത് ഒരാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രമല്ല, മറിച്ച് നീ അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ്. അതിനാൽ നോമ്പുകാരൻ അശ്ലീല സംസാരങ്ങൾ, തർക്കങ്ങൾ, മറ്റ് അനാവശ്യ കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കൽ അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ കുറച്ച് സംസാരിക്കുക എന്നതും റമളാനിൽ ഉൾപ്പെടുന്നു. അതായത് കുറച്ചുണ്ണുക, കുറച്ച് സംസാരിക്കുക, കുറച്ചുറങ്ങുക, ലൈംഗിക ബന്ധങ്ങൾ കുറയ്ക്കുക എന്നീ 4 കാര്യങ്ങളും റമളാനിൽ വരുന്നു. ഈ 4 കാര്യങ്ങളും അത്യന്തം പ്രധാനപ്പെട്ടതും മനുഷ്യജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതുമാണ്. ഒരു നോമ്പുകാരൻ ഈ 4 സുഖസൗകര്യങ്ങളിലും കുറവ് വരുത്തുമ്പോൾ അവനിൽ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കഴിവുണ്ടാവുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രതിസന്ധികളെ അവൻ ധീരമായി നേരിട്ട് വിജയം വരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ലഅല്ലക്കും തത്തഖൂൻ എന്നതിൽ മറ്റൊരു ഗുണം കൂടി പറയുന്നു. നോമ്പുകാരൻ തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. ലോകത്തിൽ നിന്നുള്ള ഈ താൽക്കാലിക വേർപിരിയൽ, ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിക്കൽ, അതുമൂലം മനുഷ്യൻ്റെ ആത്മീയ കാഴ്ച മൂർച്ചയുള്ളതാവുകയും മുമ്പ് ശ്രദ്ധിക്കാത്ത തൻ്റെ കുറവുകളെ അവൻ കാണുകയും ചെയ്യുന്നു. പാപങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നത് മറ്റൊരു വിധത്തിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നോമ്പ് എന്നാൽ ഒരാൾ വായ അടച്ചു പിടിക്കുകയും പകൽ മുഴുവൻ ഒന്നും ഭക്ഷിക്കാതിരിക്കുകയും കുടിക്കാതിരിക്കുകയും ചെയ്യുക എന്നതല്ല, മറിച്ച് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് മാത്രമല്ല, ആത്മീയമായി ദോഷകരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വായയെ സൂക്ഷിക്കുക എന്നതാണ്. കള്ളം പറയരുത്, ചീത്ത വിളിക്കരുത്, പരദൂഷണം പറയരുത്, തർക്കിക്കരുത്. നോക്കൂ, നാവ് നിയന്ത്രിക്കുക എന്നത് എല്ലായ്പ്പോഴും ഉള്ള കൽപ്പനയാണ്. എന്നാൽ നോമ്പുകാരൻ പ്രത്യേകമായും തൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നു. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നു. ഒരാൾ ഒരു മാസം മുഴുവൻ തൻ്റെ നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് ബാക്കി 11 മാസങ്ങളിലും അയാൾക്ക് ഒരു സംരക്ഷണമായി മാറുന്നു. ഇപ്രകാരം നോമ്പ് അവനെ എന്നേക്കുമായി പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ ആയത്തിൻ്റെ തുടർന്നുള്ള വിശദീകരണം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.